ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാം അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂട്ടുകാരുടെ മാത്തമാറ്റിക്സ് അഥവാ മക്കളുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ് കേട്ടോ. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് നമ്മുടെ എക്സാമിനോട്ട് പോയാലോ മക്കളെ? ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തരാം. കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ രീതിയിലുള്ള ഒരു പോർഷൻ ഫിൽ ചെയ്യാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കുക. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മലയാളത്തിലാണ് മക്കൾക്ക് അവിടെ ഫിൽ ചെയ്യാനായിട്ടുള്ള സെക്ഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നതാണ് ഫസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള കാര്യം അല്ലെ. എന്താ മക്കളെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാല് കുട്ടിയുടെ പേര് എന്നതാണ് അല്ലെ. അവിടെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് എഴുതണം. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർ ഇംഗ്ലീഷിലായിരിക്കണം എഴുതേണ്ടിരിക്കേണ്ടത്. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർ മലയാളത്തിലുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മാത്സ് എക്സാം എങ്ങനെയാ വരാന്ന് വെച്ചാല് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റ്യൻസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത നോക്കിക്കുക മക്കളെ, നെയിം ഓഫ് സ്കൂൾ എന്നതാണ് അല്ലെ. നെയിം ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? നിങ്ങളുടെ സ്കൂളിന്റെ പേരാണ് അവിടെ മക്കള് എഴുതേണ്ടത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഡിവിഷൻ എഴുതാനാണ്. അതായത് മക്കള് എ ക്ലാസ്സിലാണോ ബി ക്ലാസ്സിലാണോ സി ക്ലാസ്സിലാണോ എന്നത് മക്കൾ എന്ത് ചെയ്യാം? ഡിവിഷൻ അവിടെ എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയും സെക്ഷൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിൽ ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ആദ്യ പ്രവർത്തനത്തിലോട്ട് പോയാലോ മക്കളെ? നോക്കിക്കേ, ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ്. എന്താ മക്കളെ? പ്രവർത്തനം 1, വരയ്ക്കാം എഴുതാം എന്നതാണ് അല്ലെ. എന്താണ് മക്കളെ നമ്മുടെ ആദ്യ പ്രവർത്തനത്തിന്റെ പേര്? ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ് എന്നതാണ് അല്ലെ. പിന്നെ മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതണം. ഓക്കെ, മിസ് മുന്നേയും പറഞ്ഞിട്ടുണ്ട് മക്കളുടെ അടുത്ത്. കാര്യം നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാനോ കളർ നൽകാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ എക്സാമുകൾക്കും മക്കൾ എന്ത് ചെയ്യാം? കളർ പെൻസിൽ കയ്യിൽ കരുതണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. കംപ്ലീറ്റ് ദി പിക്ചർ ഓഫ് ദി ഹൗസ് ആൻഡ് കളർ ഇറ്റ്. അതായത് മക്കളെ ഇവിടെ ഒരു വീടിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷം നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വീടിന്റെ ചിത്രം കംപ്ലീറ്റ് ചെയ്തു നോക്കാം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ക്ലാസ് വൈസ് ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു വീടിന്റെ പകുതി ഭാഗം അല്ലെ, ഒരു ഹൗസിന്റെ പകുതി സെക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ബാക്കിയുള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിച്ച് വരയ്ക്കണം. ഓക്കെ അല്ലേ മക്കളെ? വളരെ ഈസിയാണ്. ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും നിറം നൽകാനും ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ മക്കളെ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വീടിന്റെ റൂഫ് സ്റ്റാർട്ട് ചെയ്യാം അല്ല, വീടിന്റെ മേൽക്കൂര നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ മിസ് ഇതാ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാണ്. ഇങ്ങോട്ട് നീട്ടി വരച്ചു അല്ലെ. കാര്യം എന്താണ്? ഈ ലൈനിന്റെ ഈ ഒരു അറ്റം ഈ ഒരു വരയുടെ എൻഡിലാണ് ടച്ച് ചെയ്യുന്നതിൽ, അതേപോലെ ഇതിന്റെ എൻഡും എവിടെ ടച്ച് ചെയ്യണം? ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യണം. ഓക്കെ, ദെൻ റൂഫിന്റെ ഇവിടെയല്ല മക്കളെ ഉള്ളത്. ഇതും അതുപോലെ തന്നെ ഈ ഡോട്ടും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യിപ്പിക്കാം അല്ലെ. നോക്കിക്കേ മക്കളെ, കറക്റ്റ് അതിലൂടെ മക്കൾ എന്ത് ചെയ്യാം? സെന്ററിലൂടെ വരയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഏകദേശം ആ റൂഫിന്റെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചു അല്ലേ. ഇനി കുറെ ലൈൻസ് അല്ലേ മക്കൾ അതിനിടയിൽ വരുന്നത്. അപ്പൊ ഓരോ കോളത്തിലൂടെയും മക്കൾ എന്ത് ചെയ്യുക? ഓരോ ലൈൻസിലൂടെയും ഇതേ കണക്ക് മക്കള് വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീടിന്റെ റൂഫ് കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ഒരു കോളം, ഈ ഒരു കോളം വിട്ടതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉള്ളത് അല്ലെ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു കോളം വിട്ടിട്ട് എന്ത് ചെയ്യുക? താഴേക്ക് ഇതുവരെ ലൈൻ വരയ്ക്കുക. ദെൻ ഈ ലൈനും തമ്മിൽ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത നോക്കിക്കേ, നമുക്ക് ഈ ഡോറിന്റെ പോർഷനിൽ ഇവിടെ വരെയാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അത് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഇവിടെ എന്തുണ്ട്? ഒരു വിൻഡോ ഉണ്ട്. അത് നമുക്ക് ഏകദേശം ഇവിടെയായിട്ട് വരയ്ക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഇപ്പൊ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? ആ ഒരു വീടിന്റെ സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? വീടിന്റെ ചിത്രം പൂർത്തിയാക്കാം, അതിന് നിറം കൊടുക്കാം എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് കൂട്ടുകാരുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? കളർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ആദ്യം ഇവിടെ എന്ത് ചെയ്തു? ഒരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്ത് നമുക്ക് എന്താ ചെയ്യാം? വീടിന്റെ റൂഫിന് ഒരു യെല്ലോ കളർ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടമുള്ള ബ്രൗൺ കളറോ വീടിന്റെ റൂഫിന് മാച്ച് ചെയ്യുന്ന കളറൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. മിസ് കുറച്ചൊന്ന് അട്രാക്ട് ആവാൻ വേണ്ടിയിട്ട് ഏത് കളർ ചൂസ് ചെയ്തു? യെല്ലോ കളർ ചൂസ് ചെയ്തു. മക്കൾക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗണോ ഒക്കെ എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പൊ മിസ് ഇവിടെ എന്ത് ചൂസ് ചെയ്തു? യെല്ലോ കളറ് ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ വിൻഡോയ്ക്ക് മിസ് ഏത് കളർ കൊടുക്കുകയാണ്? യെല്ലോ കളർ കൊടുക്കുകയാണ് കേട്ടോ. വിൻഡോയ്ക്ക് മിസ് യെല്ലോ കളർ കൊടുത്തു. ഇനി നമുക്ക് മറ്റൊരു കളർ ചൂസ് ചെയ്താലോ മക്കളെ? മറ്റൊരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബ്ലാക്ക് ചൂസ് ചെയ്യാം അല്ലെ. വിൻഡോയ്ക്ക് മിസ് ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വിൻഡോ അല്ല, നമ്മുടെ ഡോർ അല്ലേ ഇനി നമുക്ക് കൊടുക്കാനുള്ളത്. ഡോറിന് മിസ് ഏത് കളർ ചൂസ് ചെയ്തു? ഒരു ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് ബാക്കി പോർഷനോട് കളർ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് മറ്റൊരു കളർ കൂടി സെലക്ട് ചെയ്യാം അല്ലെ. മറ്റൊരു യെല്ലോ കളർ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കിയുള്ള പോർഷൻ എല്ലാം മിസ് എന്ത് ചെയ്യാണ്? ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നല്ല ഭംഗിയായിട്ട് ഓരോ പോർഷന് മാച്ച് ചെയ്യുന്ന കളർ ഏതാ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് പുറത്തേക്കൊന്നും പോവാത്ത രീതിയിൽ എന്ത് വേണം? മക്കള് കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇഷ്ടമായോ? ഇതുപോലുള്ള ഒരു ആക്ടിവിറ്റി വന്നാൽ ഈസി ആയിട്ട് മക്കൾ ചെയ്യല്ലോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? വീട് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? അതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളേഴ്സും കൊടുത്തു. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? റെഡി ആണല്ലോ? നോക്കിക്കേ മക്കളെ, അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്, അതായത് എണ്ണി എഴുതാം എന്നുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. ഒരു കുറെ ഷേപ്സ് യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? റൈറ്റ് ആൻഡ് കൗണ്ട് ദി നമ്പർ ഓഫ് ഷേപ്സ്, അതായത് മക്കളെ രൂപങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഓരോന്നും എണ്ണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലേ, സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ മക്കളെ? വട്ടം, ത്രികോണം, ചതുരം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമാണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് എന്ന് കൗണ്ട് ചെയ്ത് എഴുതാനാണ് കേട്ടോ. മക്കള് റെഡി ആണല്ലോ? നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ആദ്യം ഏതാ തന്നിട്ടുള്ളത്? സർക്കിൾ ആണ് തന്നിട്ടുള്ളത് അല്ലെ, വൃത്തമാണ് തന്നിട്ടുള്ളത്, വട്ടമാണ് തന്നിട്ടുള്ളത്. എത്രയുണ്ട് നമുക്ക് എണ്ണാം മക്കളെ. നോക്കിക്കേ, ഇവിടെ 1 2. ഓക്കെ, പിന്നെയോ 3 4. പിന്നെ നോക്കിക്കേ മക്കളെ 5 6 7 8 9. ഓക്കെ, ദെൻ ഏത് വരും? 10 11 12. ഇനി ഉണ്ടോ മക്കളെ? ഇതിന്റെ ഫേസ് എന്താണ്? ഒരു സർക്കിൾ ആണല്ലോ. അപ്പൊ എത്ര വരും? 13 വരും അല്ലെ, 13 വരും. ഇനി നമുക്ക് മലയാളത്തിൽ ഒന്ന് എണ്ണി നോക്കാം. മിസ്സിനോടൊപ്പം എണ്ണിക്കാം മക്കളെ. 1 2 3 4 5 6 7 8 9 10 11 12. ദെൻ ഇത് ഏത് വരും? 13. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി നമുക്ക്? 13 എന്ന് കിട്ടി അല്ലേ, 13 എന്ന് കിട്ടി. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് റെക്ടാങ്കിൾ അല്ലേ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. എണ്ണിക്കാം മക്കളെ. 1 2 3 4 5 6 7 8 9. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ മക്കളെ. എവിടെയെങ്കിലും മിസ് ആയി പോയിട്ടുണ്ടെങ്കിൽ മക്കൾ കൗണ്ട് ചെയ്യണേ. അപ്പൊ എത്രയുണ്ട് നമുക്ക്? 9 അല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 9 എന്ന് എഴുതാം, 9 എന്ന് എഴുതാം. ഓക്കെ, ഇനി ട്രയാങ്കിൾ അല്ലേ നമുക്ക് വേണ്ടത്? ത്രികോണാണ് അല്ലെ. എണ്ണിക്കേ മക്കളെ. 1 2. പിന്നെയോ ഇവിടെ നോക്കിക്കേ 3 4. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ. വേറെ എവിടെയും കാണുന്നില്ല അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി നമുക്ക്? 4 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വട്ടം 13 എന്നും ചതുരം 9 എന്നും ത്രികോണം 4 എന്നും കിട്ടിയില്ലേ. സർക്കിൾ 13, റെക്ടാങ്കിൾ 9, ട്രയാങ്കിൾ 4 എന്ന് കിട്ടി. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വരും കേട്ടോ. ഇങ്ങനെ ഷേപ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പിക്ചർ വരച്ചിട്ട് ഓരോ ഷേപ്സുകളും എത്ര എണ്ണം വീതമുണ്ടോ എന്നുള്ളത് ഇത്തരത്തിൽ കൗണ്ട് ചെയ്ത് എഴുതാനായിട്ടുണ്ടായിരിക്കും, എണ്ണി എഴുതാനായിട്ടുണ്ടായിരിക്കും. സിമ്പിൾ അല്ലേ മക്കളെ? ചെയ്യാനായിട്ട് പറ്റുമല്ലോ. എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 2 ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. അതായത് മക്കളെ പ്രവർത്തനം 2 സംഖ്യ ഉണ്ടാക്കാം. കംപ്ലീറ്റ് ദി മിസ്സിംഗ് കോളം. വിട്ടുപോയിട്ടുള്ള കളങ്ങൾ പൂർത്തീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഇവിടെ ഡൈസ് പോലെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ എത്രയാണ്? എത്ര ടെൻസ് ഉണ്ട്? 1 2 3 അല്ലെ. 3 ടെൻസും ആൻഡ് എത്ര വൺസ് ഉണ്ട് മക്കളെ? 1 2 3 4 അല്ലെ. 4 വൺസും ആണുള്ളത്. ഓക്കെ, ഒന്നുകൂടി നോക്കിക്കേ മക്കളെ. ഫസ്റ്റിൽ എത്രയുണ്ട്? 1 2 3 അല്ലെ. 3 10കളും അതുപോലെ തന്നെ 1 2 3 4 അല്ലെ. 4 ഒന്നുകളാണുള്ളത്. അപ്പൊ നമ്പർ എത്രയാ മക്കളെ ഇവിടെ എഴുതിയിട്ടുള്ളത്? 3 10കൾ ചേർന്ന നമുക്കറിയാം എത്രയാണ്? 30 ആണ്. 4 ഒന്നുകൾ ചേർന്ന നമുക്കറിയാം 4 ആണ്. 30 + 4 എത്രയാ മക്കളെ? 34, 34 എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്.
ഓക്കെ അല്ലേ മക്കളെ? ഇത്തരത്തിൽ ബാക്കിയുള്ള കോളൊന്നും എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല മക്കളെ, ഇവിടെ 10ന്റെ സ്ഥാനം 10 എന്ന് പറഞ്ഞിട്ട് എത്ര എണ്ണം തന്നിട്ടുണ്ട്? 1 2 3. അപ്പൊ ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ എത്ര എഴുതുക? 3 എഴുതുക. ഇനി 1ന്റെ സ്ഥാനത്ത് എത്ര തന്നിട്ടുണ്ട്? 1 2 3 4. അപ്പൊ ഇവിടെ 4 എഴുതാം. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആണ്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10 ആൻഡ് എത്ര വൺസാ തന്നിട്ടുള്ളത്? 1 2 3 4 അല്ലേ? 10ഉം 4ഉം എത്രയാണ് മക്കളെ? 14. എത്രയാണ്? 10 ആൻഡ് 4 make 14. 10ഉം 4ഉം 14. അപ്പൊ അവിടെ നമ്മൾ എത്ര എഴുതണം? 14 എന്ന് എഴുതണം അല്ലെ? 14 എന്ന് എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ എത്ര ടെൻസ് തന്നിട്ടുണ്ട്? 1 2 രണ്ടെണ്ണാണ് അല്ലേ? നമുക്കറിയാം രണ്ടെണ്ണം ചേർന്നാൽ എത്രയാണ്? 20 ആണ്. പക്ഷെ ഇവിടെ 1 തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട് എത്രയാണ്? 23 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? 23 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എത്ര ഒന്നുകൾ ചേർക്കണം മക്കളെ? എത്ര ഒന്നുകൾ നമ്മൾ ചേർക്കണം? ഇവിടെ 10 ആണ് അല്ലെ? 2 10കളാണ്. അപ്പൊ നമ്മൾ എന്ത് ചേർത്തിട്ടുണ്ട്? ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്പർ ഏതാ? 3 അല്ലേ? അപ്പൊ നമ്മൾ അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം? 1 2 3 3 ഒന്നുകൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പം 20 3 23. 20 and 3 make 23. ഇത്രയാ മക്കളെ? 23. അപ്പൊ ഇവിടെ നമ്മള് 3 അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. മക്കളെ 23. അപ്പൊ ഇവിടെ നമ്മൾ 3 ഒന്നുകളാണ് വരച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ മക്കളെ? സിമ്പിൾ അല്ലേ? എങ്കിൽ അടുത്ത നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് 10 എത്രയാ എന്ന് തന്നിട്ടില്ല, വൺസ് തന്നിട്ടുണ്ടല്ലേ? 1 2 3 4. ഇവിടെ 44 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? 44 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എത്ര 10കൾ വരയ്ക്കണം? ഇവിടെ 10ന്റെ സ്ഥാനത്ത് നമ്പർ ഏതാ മക്കളെ? 4 ആണ്. അപ്പൊ 4 10കൾ അവിടെ വരയ്ക്കണം. ക്ലിയർ ആയോ മക്കളെ? 1 2 3 4. ഓക്കെ, 4 10s and 4 make എത്രയാണ്? 44. 44. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ലേ? എങ്കിൽ ലാസ്റ്റ് വൺ നോക്കിയേ, 36 ആണ് വേണ്ടത്. ഇവിടെ 1 2 3 4 5 6 അവിടെ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എത്ര 10കൾ വരയ്ക്കണം? 3 എണ്ണം വരയ്ക്കണം. അപ്പൊ നോക്കിക്കേ, 1 2 3. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എത്ര 10കൾ വരയ്ക്കണം? 1 2 3. 3 10കളും 6 ഒന്നുകളും ചേർന്നാൽ എത്രയാണ്? 36 എന്ന് കിട്ടി. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്പർ എത്രയാ? 34 14 23 44 36. ഇതേ രീതിയിലാണ് കൂട്ടുകാരവിടെ നമ്പേഴ്സ് കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ മക്കളെ, അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് മക്കളെ, ആ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഒരു നമ്പേഴ്സിന്റെ കൂട്ടത്തെ തന്നാൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നാൽ അതിൽ ലാർജസ്റ്റ് ഏതാണ്, സ്മോളസ്റ്റ് ഏതാണ്, എങ്ങനെയാണ് സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ മക്കളെ? ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമ്പേഴ്സ് ഒക്കെ തൊട്ടടുത്ത കോളത്തിലേക്ക് പേജിലോട്ട് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാം അല്ലെ? ഫസ്റ്റ് എത്രയാണ്? 34 ഉണ്ട്, then 14 ഉണ്ട്, പിന്നെയോ 23 ഉണ്ട്, അതുപോലെ 44 ഉണ്ട്, പിന്നെ ഏതാണ് മക്കളെ? 36. ഇത്രയും നമ്പേഴ്സ് അല്ലേ ഉള്ളത്?
ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ കൂട്ടുകാർക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്കും ചോദിക്കാം, ചെറുതിൽ നിന്ന് വലുതിലേക്കും ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ചോദിച്ചത് എന്നുള്ളത് കൂട്ടുകാർ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇതിൽ എന്ത് കണ്ടെത്തണം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആയതുകൊണ്ട് ഏറ്റവും ചെറിയ നമ്പർ കണ്ടെത്തണം. അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ മക്കളെ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തരികയാണെങ്കിൽ അതിൽ നിന്ന് ചെറിയ നമ്പർ നമ്മൾ കണ്ടെത്തുക. നമുക്കറിയാം ഇപ്പൊ ഒരു സംഖ്യയാണ്. അപ്പൊ 24 എന്നുള്ളത് ഒരു നമ്പറാണ്. ഇതെന്താണ്? ഈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻസിന്റെ അല്ലെ 10ന്റെ സ്ഥാനത്തെ നമ്പറാണ്. 4 എന്ന് പറഞ്ഞാൽ വൺസിന്റെ പ്ലേസിലല്ല, അതായത് 1ന്റെ സ്ഥാനത്തെ നമ്പറാണ്. ഇത് കൃത്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 24 എന്നുള്ള നമ്പർ എഴുതുന്ന സമയത്ത് 2 ഏത് പ്ലേസിലുള്ള നമ്പറാണ്? ടെൻസിന്റെ പ്ലേസിലുള്ളതാണല്ലോ, അതായത് 10ന്റെ സ്ഥാനത്തുള്ള നമ്പറാണ്. 4 എന്ന് പറഞ്ഞാലോ വൺസിന്റെ പ്ലേസിലുള്ളത്, അഥവാ 1ന്റെ സ്ഥാനത്തെ നമ്പറാണ്. അത് കൃത്യമായിട്ട് മക്കൾ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചോ. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്സില്. ഓക്കെ, അപ്പൊ ഇവിടെ 2 ആണ് 10ന്റെ സ്ഥാനത്തെ സംഖ്യ, 4 ആണ് 1ന്റെ സ്ഥാനത്തെ സംഖ്യ. മിസ് ഒരു എക്സാമ്പിൾ കൂടി ചെയ്തിട്ടെ മക്കളെ, ഒരു എക്സാമ്പിൾ കൂടി ചെയ്തിട്ടെ. 35 ഇവിടെ ടെൻസിന്റെ പ്ലേസിലെ അഥവാ 10ന്റെ സ്ഥാനത്തെ നമ്പർ ഏതാണ്? യെസ് 3 ആണ്. വൺസിന്റെ പ്ലേസിൽ 1ന്റെ സ്ഥാനത്തെ നമ്പർ ഏതാണ്? 5 ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ നോക്കാൻ പറയണം. മക്കൾ ആദ്യം എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസിലുള്ള നമ്പേഴ്സിനെ നോക്കാം. ഇവിടെ ഏതാണ്? 3, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 3. ഇങ്ങനെയല്ലേ മക്കളെ ഉള്ളത്? 3, 1, 2, 4, 3 ഈ രീതിയിലല്ലേ ഉള്ളത്. അതിൽ നിന്ന് നമ്മളുടെ സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൽ നോക്കുക. നമ്മളിപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 3 ആണോ, 1 ആണോ, 2 ആണോ, 4 ആണോ, 3 ആണോ ചെറുത്? ഏതാണ്? 1 അല്ലേ? അത് മക്കൾക്ക് അറിയില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെ സെലക്ട് ചെയ്തോളൂ. അതാണ് എന്ത്? കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നമ്പർ. ഓക്കെ, മറന്നത് മനസ്സിലായ മക്കളെ? തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ നോക്കാൻ ടെൻസിന്റെ പ്ലേസിൽ 10ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാ എന്ന് നോക്കുക. ഇവിടെ 1 ആണ് ഏറ്റവും ചെറിയ സംഖ്യ, അതിനേക്കാൾ ചെറുതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 ആണ് ചെറിയ നമ്പർ അല്ലെ? 1 ആണ് ചെറിയ നമ്പർ. അപ്പൊ നമുക്ക് 14 ആണ് എന്ത് ഈ തന്നിട്ടുള്ളതില് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ അതിലൊരു നമ്പർ മക്കൾ സെലക്ട് ചെയ്തില്ല, ആ നമ്പറിന് എന്ത് ചെയ്യുക? അങ്ങ് ക്രോസ് ചെയ്ത് കളഞ്ഞോളൂ, അങ്ങ് വെട്ടി കളഞ്ഞോളൂ. അല്ലെങ്കിൽ പിന്നെയും കൂട്ടുകാർക്ക് സംശയം അത് നമ്മൾ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനിയുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ തന്നിട്ടുള്ള ഏറ്റവും ചെറിയ ആളെ കണ്ടുപിടിച്ചല്ലോ. ഇനി ഒരു 4 പേരില്ലേ, അതിൽ ഏറ്റവും ചെറിയ ആളെ കണ്ടുപിടിക്കണ്ടേ? ഇനി നോക്കിക്കേ മക്കളെ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അതിൽ ചെറുതാരാ? യെസ് 2 ആണ്. അപ്പൊ നമുക്ക് പറയാം എന്താണ്? 23 ആണ് അടുത്ത നമ്പർ. ഇനി ആരൊക്കെ ഉണ്ട് മക്കളെ? 34, 44, 36. അതിൽ ചെറിയ ആളെ നോക്കണ്ടേ? ഇവിടെ 10ന്റെ സ്ഥാനത്ത് 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. കണ്ടോ മക്കളെ? ഇവിടെ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട് അല്ലേ? കാര്യം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചത് എങ്ങനെയായിരുന്നു? 10ന്റെ സ്ഥാനത്ത് ചെറിയ നമ്പർ ആരാണോ അതാണ് ചെറിയ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 34ലും 36ഉം നോക്കുകയാണെങ്കിൽ 2ലും 3 ആണ് എന്ത്? 10ന്റെ സ്ഥാനത്തെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് നമ്പർ സെലക്ട് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള ഒന്നിനെ ചൂസ് ചെയ്യാണോ ചെയ്യാ? അല്ല. ആ സമയത്ത് നമ്മൾ നേരെ എന്ത് ചെയ്യാ? 1ന്റെ പ്ലേസിലോട്ട് പോവാ, വൺസിന്റെ പ്ലേസിലോട്ട് പോവാ. 34ല് വൺസിന്റെ പ്ലേസിൽ ആരാണ്? 4 ആണ്. 36ല് വൺസിന്റെ പ്ലേസിൽ ആരാണ്? 6 ആണ്. ഈ 4 ആണോ 6 ആണോ മക്കളെ ചെറുത്? 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 34 ആണ് അടുത്ത നമ്പർ എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ അടുത്തത് ഏത് വരും? 34 ആണെങ്കിൽ അടുത്തത് ആര് വരും? യെസ് 36 വരും. അപ്പൊ ഇത് നമ്മൾ എഴുതി, ഇത് നമ്മൾ എഴുതി. ഇത് ലാസ്റ്റ് വൺ ആരാ? 44 ആണ്. അപ്പൊ അത് എഴുതി. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? നമ്പേഴ്സിനെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മളോട് പറയാണ് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റിലേക്ക് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാ? നേരെ ഓപ്പോസിറ്റ് എഴുതുക. അതായത് ആദ്യം ഏത് വരും? 44 വരും, 44 വരും, ദെൻ 36 വരും, പിന്നെയോ 34 വരും, 23 വരും, 14 വരും. ഇതേ രീതിയിൽ എഴുതിയാൽ എന്തായി മക്കളെ? വലുതിൽ നിന്ന് ചെറുതിലേക്കുമായി. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടില്ല? അപ്പൊ ഇത് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും മക്കൾ മനസ്സിലാക്കുക. നമുക്ക് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ എക്സാമുകൾക്കും വരിക. ഇനിയും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി പോർഷൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.